നമ്മൾ അവര് പറയുന്നത് അനുസരിക്കണം. എന്നാലും എന്റെ ടീച്ചറെ, ഇതൊക്കെയാണ് അവിടെ സമ്മതിക്കുക. അമ്മമാരെന്ന് മക്കളുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ ഓടി തുടങ്ങിയോ അന്ന് മറക്കുന്നതാണ് അമ്മമാരുടെ ഇഷ്ടങ്ങളൊക്കെ. അവര് വെക്കേഷൻ വന്നപ്പോ ഇവിടെ വന്ന് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് പോയി. എല്ലാം അവിടെ ചെന്നിട്ടാ പിന്നെ അവരെന്നോട് പറയുന്നത്. എനിക്ക് പ്രായമായില്ലേ, ഇനിയെല്ലാം അവര് പറയുന്നത് പോലെ ആകട്ടെ. അല്ല മോളെ, ഫൈസൽ ഇത് എങ്ങോട്ടാ കാർ കൊണ്ടുപോയത്? സിസ്റ്റർ സ്നേഹയുടെ കൂടുതൽ പെട്ടിയൊക്കെ ഇറക്കി വെക്കാൻ പോയതാ. അതിരിക്കട്ടെ, ടീച്ചർക്ക് ആ തോമസ് ചേട്ടൻ വിളിക്കുന്ന ആ മരത്തിനെ എങ്ങനെയാ മറക്കാൻ പറ്റുക? തോമസ് ചേട്ടൻ ഇനി ഇവിടെ ഉണ്ടോ? അത് മതി. ടീച്ചറെ, എൻ്റെ വീട് കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ. ടീച്ചർക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നോളേ. അതൊന്നും വേണ്ട എന്റെ ഫൈസലെ. ഇനി ഇതാണ് എന്റെ വീട്. എന്നെ കാണാനും നിങ്ങൾ ആരും ഇനി ഇങ്ങോട്ട് വരണ്ട. ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കുന്നത് വരെ. ഞാൻ എന്തായാലും ജോർജിനെ വിളിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ടീച്ചറെ. പക്ഷെ ഇതുപോലെ ഉമ്മാനെ കൊണ്ടുപോയി അനാഥാലയത്തിലൊന്നും വിടൂല. ഫൈസലെ, നീ പൊക്കോ. ടീച്ചറെ, പണ്ട് ക്ലാസ്സിലെ ഏറ്റവും മോശം കുട്ടിയുടെ പേരുള്ള ഒരു 4ാം ക്ലാസ്സുകാരനെ ഹോംവർക്ക് ചെയ്യാത്തതിന് ചന്ദ്രമാഷ് ഓനെ അടിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. പെരുമയത്ത് ക്ലാസ്സിന് പുറത്ത് കരഞ്ഞോണ്ടിരുന്ന ഓനെ അതിലെ വന്നൊരു ടീച്ചർ പൊക്കിയെടുത്തോണ്ട് പോയി ടീച്ചറിന്റെ ക്ലാസ്സിലെ മേശന്റെ മേലെ എത്തി. എന്നിട്ട് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും കേൾക്കെ ഓർക്കനെ വിളിച്ചു വാങ്ങി. ആ കുട്ടിയാണ് ടീച്ചറിന്റെ ഏറ്റവും ഫേവറേറ്റ്. അന്നിന്നെ ഭാര്യ എടുത്ത ആ റോസ് സാരി കൊടുത്ത ടീച്ചറിനെ എനിക്ക് മറക്കാൻ കഴിയൂല. ഈ ഫൈസൽ മാഷിനെ, എൻ്റെ ഈ ടീച്ചറിനെ ഒരു ബ്ലെസ്ഡ് ഹോമിലും ഉപേക്ഷിച്ചു പോകാൻ കഴിയൂല ടീച്ചറെ. ഞാൻ പറഞ്ഞ എന്റെ മോൻ അനുസരിക്കില്ലേ? എന്റെ മോനിപ്പച്ചില്ലേ ടീച്ചറെ, ടീച്ചറെ, വാ മോളെ, നമുക്ക് സിസ്റ്ററുടെ അടുത്തേക്ക്